തൃശൂരിലെ എയ്ഡഡ് കോളേജിൽ റിപ്പോർട്ടർ SIT വാർത്താ പരമ്പര സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. സ്കൂൾ മാനേജർ VC പ്രവീൺ നിരവധി അധ്യാപകരോട് ലക്ഷങ്ങൾ വാങ്ങിയും വർഷങ്ങളോളം ജോലി ചെയ്യിപ്പിച്ച് സ്ഥിരം നിയമനം നൽകാതെ പറ്റിച്ചുവെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. പ്രവീണിന്റെ ഭാര്യയായ അധ്യാപിക രേഖ, സംസ്കൃത അധ്യാപിക ഷീബ എന്നിവരും തട്ടിപ്പിന് കൂട്ടുനിന്നു. പ്രവീൺ SSLC തോറ്റയാളെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, നമ്മളുടെ പരമ്പരയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിവെക്കുകയല്ലേ റിമാൻഡ് റിപ്പോർട്ട്? ഗുഡ് മോർണിംഗ്. വീണ്ടും ഗുഡ് മോർണിംഗ് അരുൺ. ശരിയാണ്, അതായത് നമ്മൾ പുറത്തു കൊണ്ടുവന്ന എയ്ഡഡ് കൊള്ളയിലൂടെയാണ് VC പ്രവീൺ നടത്തിയ കോടികളുടെ തട്ടിപ്പ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അതുവരെ നടപടിയെടുക്കാതിരുന്ന പോലീസിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും വിഷയത്തിൽ സജീവമായി ഇടപെടേണ്ടി വന്നതും ഇപ്പോൾ VC പ്രവീൺ ജയിലിൽ കിടക്കുന്നതും നമ്മുടെ പരമ്പരയെ തുടർന്ന് തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മൾ ആ പരമ്പരയിലൂടെ മുന്നോട്ട് വെച്ചത്, അത് അതുപോലെ തന്നെ പകർത്തി വെക്കുകയാണ് പോലീസ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ലക്ഷങ്ങൾ വാങ്ങി പറ്റിച്ച അധ്യാപകരിൽ നിന്നെടുത്ത നേരിട്ടെടുത്ത വിവരങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഏതാണ്ട് 12-ലധികം വാർത്തകളാണ് VC പ്രവീണിനെ തുറന്നു കാട്ടാൻ വേണ്ടി എയ്ഡഡ് കൊള്ള എന്ന പരമ്പരയിലൂടെ റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്തതും. ഈ കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ അക്കമിട്ട് നിരത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, അതിലും കുറച്ചുകൂടി വ്യക്തത വരുത്തിയാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. നമുക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. കാരണം അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് അന്വേഷണ സംഘമാണ്. പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ VC പ്രവീൺ എത്ര വലിയ തട്ടിപ്പുകാരനായിരുന്നു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസമാണ്, 3 ദിവസം മുമ്പാണ് നമുക്ക് ഈ റിമാൻഡ് റിപ്പോർട്ട് കിട്ടുന്നത്. VC പ്രവീൺ റിമാൻഡിലാകുന്ന, അതായത് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് പോലീസ് കൊടുത്ത റിപ്പോർട്ടാണിത്. കയ്പമംഗലം പോലീസിൻ്റെ റിപ്പോർട്ടാണ്. അതിലേതാണ്ട് 15-ലധികം അധ്യാപകരുടെ മൊഴി പോലീസ് നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അരുൺ. അവരിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ വാങ്ങി വർഷങ്ങളോളം അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് 1 രൂപ പ്രതിഫലം കൊടുക്കാതെ പറ്റിച്ചു എന്നുള്ളതാണ് പോലീസ് വളരെ വ്യക്തമായി പറയുന്നത്. മാത്രമല്ല, ഉത്തരവുകളെ ഗൗനിക്കാതെ, ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ട് ധിക്കാരത്തോടെ പെരുമാറുന്ന ഉദ്യോഗസ്ഥരോട് വളരെ മോശമായ സമീപനം സ്വീകരിക്കുന്ന ഒരാളാണ് ഈ തട്ടിപ്പുകാരനായ VC പ്രവീണെന്ന് പോലീസ് വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, നമ്മൾ പറയാതിരുന്ന കുറച്ച് കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 114 അധ്യാപകരെയാണ് പണം വാങ്ങി പറ്റിച്ച് ഇദ്ദേഹം പെരുവഴിയിലാക്കിയതെന്ന്. പക്ഷേ ആ എണ്ണം ഒരുപാട് കൂടും. അതായത് 164 പേരിൽ നിന്ന് ഇതുപോലെ ഇല്ലാത്ത തസ്തികയ്ക്ക് പണം വാങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പോലീസ് വളരെ കൃത്യമായി പറയുന്നത്, ഇപ്പോൾ ഈ VC പ്രവീൺ മാനേജറായ കൂരിക്കുഴി സ്കൂളിൽ ആകെ ജോലി ചെയ്യുന്നത് അനധ്യാപകരടക്കം 34 പേരാണ്. ഈ 34 പേരിൽ 18 പേരുടെ തസ്തിക മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് 16 പേർ അനധികൃതമായി അവിടെ തുടരുന്നു എന്നും 10 വർഷത്തിലധികം 1 രൂപ പോലും ശമ്പളം കിട്ടാതെ അവിടെ ജോലിയിൽ തുടരുന്നുണ്ടെന്നും പോലീസ് പറയുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ വാർത്തയ്ക്കുള്ള അംഗീകാരം തന്നെയാണ്. പോലീസ് കൂടുതൽ അന്വേഷിച്ച് ഒരുപാട് കാര്യങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു TV പ്രസാദ്. റിപ്പോർട്ട് ചെയ്തതുപോലെ VC പ്രവീണിനെതിരായി റിപ്പോർട്ടർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത്.